ശ്രുതിയോടും ശ്രുതിയോടും പൊട്ടിത്തെറിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് നാട്ടിൽ വല്ല ജോലിയും അന്വേഷിക്കാൻ സച്ചിയും രവീന്ദ്രനും ശ്രുതിയോട് പറയുന്നു. പിറ്റേ ദിവസം പാർക്കിലെ ഫ്രണ്ടായ ആനന്ദിനോട് ശ്രുതി കാനഡയ്ക്ക് പോകാനായി 14 ലക്ഷം രൂപ പലിശയ്ക്ക് കടമായി ചോദിച്ചെങ്കിലും തരാൻ പറ്റില്ലെന്ന് ആനന്ദ് പറയുന്നു. തുടർന്ന് ശ്രുതിയുടെ പ്രശ്നങ്ങൾ തീർക്കാനായി ആനന്ദ് ഒരു സ്വാമിജിയുടെ അടുത്തേക്ക് ശ്രുതിനെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. പിന്നീട് വഴി വെച്ച് വർഷനെ കാണുന്ന റോഷൻ വർഷയുടെ പിന്നാലെ ചെല്ലുകയും വർഷനെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വർഷ റോഷനെ തല്ലുമ്പോൾ റോഷൻ വർഷനെ ബലമായി പിടിച്ചുകൊണ്ട് പോകാനായി ശ്രമിക്കുന്നു. ഇത് കണ്ടുവരുന്ന സച്ചി വർഷനെ റോഷന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും റോഷന് കണക്കിന് കൊടുത്ത് അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നു. പിന്നീട് പിണക്കമെല്ലാം മറന്ന് നീയും ശ്രീകാന്തും തിരികെ വീട്ടിലേക്ക് വരണമെന്നും നിങ്ങളില്ലാതെ ആ വീട്ടിൽ ഒരു സന്തോഷവുമില്ലെന്നും സച്ചി വർഷയോട് പറയുന്നതോടെ വർഷയ്ക്കും വിഷമമാകുന്നു. പിന്നീട് ശ്രുതിയും ആനന്ദും സ്വാമിജിയുടെ അടുത്തെത്തി പ്രശ്നങ്ങളെല്ലാം പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.